ഹലോ ഗൈസ്, സംഭവം സിമ്പിളാണ്. ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് സ്കാം, ഏറ്റവും വലിയ ചരിത്രം വെച്ചാൽ ഇത് നമ്മുടെ സാധാരണ സിനിമയ്ക്കകത്ത് കാണുന്ന പോലത്തെ ടൈപ്പിലുള്ളൊരു വമ്പൻ, ഇപ്പോഴും ഈ പിടിക്കപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്ര കിടുക്കാച്ചി ബെനിഫിറ്റ്സ് സ്കാം ഇപ്പോൾ ഓടിയിട്ടിരിക്കുകയാണ്. നാട്ടിലെ പൈസ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 500 കോടി, 5 പേര് കൂടി അടിച്ചു മാറ്റിയിരിക്കുന്നതാണ് 500 കോടി, 54 മില്യൺ പൗണ്ട്സ്. ബൾഗേറിയൻ പൗരത്വമുള്ള ബൾഗേറിയൻ സ്വദേശികൾ ആയിട്ടുള്ള 5 പേര് കൂടി വുഡ് ഗ്രീൻ എന്ന് പറഞ്ഞ ലണ്ടൻ വുഡ് ഗ്രീൻ അറിയാവുന്ന, എഡ്മണ്ടൻ വുഡ് ഗ്രീനൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം എന്നാ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. മെയിനായിട്ട് കർബരും ഈസ്റ്റേൺ യൂറോപ്പിനായിട്ടുള്ള ആൾക്കാരും എല്ലാം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണത്. ഒരു പ്രോപ്പർ അവരുടെ ഒരു ഗെറ്റോ ആണത്. അവിടെ ബേസ് ചെയ്തിരുന്ന ഒരു 3 എന്താ പറയുക, ഒരു സ്കാം ഫാക്ടറീസ് ആണ് പറയേണ്ടത്. ഒരു 3 കടകളാണ്. ഒരെണ്ണം ഒരു കോർണർ ഷോപ്പ്, പ്രോപ്പറായിട്ടുള്ളൊരു, നമ്മുടെ നാട്ടിലെ പലചരക്കട എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു പലചരക്കടയുടെ ഫ്രണ്ട് ഭാഗം, അവിടുത്തെ വിൽപ്പനക്കാരി പോലെ നിന്നിരുന്ന പുള്ളിക്കാരി. പക്ഷെ അതിന് പുറകു ഭാഗത്ത് അവരുടെ ഒരു വലിയ ഫാക്ടറി പോലെ ഒരു വലിയ കമ്പ്യൂട്ടർ ഷോപ്പ് നടക്കുവാണ്. ഇവർ UK കണ്ടിട്ട് പോലും ഇല്ലാത്ത ഏതാണ്ടൊരു ഒരു 6000-ഓളം പേരുടെ ഈ ബെനിഫിറ്റ്സ് സ്കാം ഉദ്ദേശിച്ചത് എന്നാണെന്ന് ആദ്യമൊന്ന് പറയാം. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ താമസിക്കുന്ന കാലത്ത്, UK താമസിക്കുന്ന കാലത്ത് നമുക്ക് പല ബെനിഫിറ്റുകൾ കിട്ടും. ഇപ്പോൾ തൊഴിലില്ലായ്മ വേതനം എന്ന് നാട്ടിൽ പറയുന്ന പോലെ പല ബെനിഫിറ്റുകൾ കിട്ടും. അതുപോലത്തെ ഒരു ബെനിഫിറ്റാണ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് സ്കീം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പം നമുക്കിപ്പം പിള്ളേർക്ക് വേണ്ടിയുള്ള അലവൻസ്, അല്ലെങ്കിൽ നമുക്ക് ഡിമെൻഷ്യാണ്, അല്ലെങ്കിൽ നമുക്ക് രോഗമുള്ള ഒരാളെ നമ്മൾ നോക്കുന്നു, അപ്പോൾ അവർക്കുള്ള അലവൻസ്, അങ്ങനെ പല അലവൻസുകൾ വേണോ വേണ്ടിയോ കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വർക്ക് ആൻഡ് പെൻഷൻ, DWP എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഇംഗ്ലണ്ടിനകത്ത്. അപ്പോൾ ഈ നല്ല കിടക്കാച്ച് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ് ഇവരുടേത്. അവിടെ ആ ലെറ്റർ വേണം, ഈ ലെറ്റർ വേണം, നിങ്ങളുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ സിംഗിൾ മമ്മാണോ, നിങ്ങളുടെ പിള്ളേർക്ക് അതിന് എലിജിബിലിറ്റി ഉണ്ടോ, അങ്ങനെ 100 കണക്കിന് ചെക്ക് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ശരിക്കും നമുക്ക് അടിച്ച് കിട്ടുന്നത്. അതുപോലെ തന്നെ അത് 3 വർഷം കൂടുമ്പോൾ അതിന് റിവ്യൂ ഉണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറിയോ എന്നൊക്കെ പറഞ്ഞ റിവ്യൂ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും, അതായത് ഓർത്തോളം ഞങ്ങളൊക്കെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇവിടെ UK വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കേൾക്കണം, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ടാക്സ് വെച്ച് കൊടുക്കുന്ന ബെനിഫിറ്റുകളാണ് ഈ കാണുന്നതെല്ലാം. അല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് പലിശ എടുത്തോണ്ട് വേറൊന്നും കടമാശോട്ട് കൊണ്ട് കൊടുക്കുന്നതല്ല. അത്തരം ഒരു സംഭവം നിങ്ങളുടെ ഇത്രയും നാൾ കഷ്ടപ്പെട്ട പൈസയ്ക്കകത്തുനിന്ന് ഇവന്മാരെ പറ്റിച്ചടിച്ചുകൊണ്ട് പോയ കഥയാണ് കേൾക്കുന്നത്. 54 മില്യൺ പൗണ്ട്. അതെങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൾഗേറിയയിൽ ഒരു സ്ഥലത്ത്, ബൾഗേറിയയിലെ സെൽവാൻ അങ്ങനത്തെ ഒരു പ്രത്യേക ഗ്രാമത്തിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഏരിയ, ആ ഗ്രാമം മുഴുവൻ, അങ്ങനെയാണ് പറയുന്നത്, ആ ഗ്രാമം മുഴുവനുള്ള ആൾക്കാരെ, അവിടെയുള്ള ആൾക്കാരുടെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട്, അപ്പോൾ അവിടുത്തെ ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവരെ 500 പൗണ്ടായിട്ട് ഫീസ് വാങ്ങിക്കും അതിന്. അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ പിള്ളേരുടെ ആയിക്കോട്ടെ, അവരുടെ അങ്ങനെ കൊച്ചു മൈനറായിട്ടുള്ള ആൾക്കാരുടെ ഐഡൻറ്റിറ്റി എടുത്ത്, അവരുടെ ഫോട്ടോസും അവരുടെ ഡേറ്റയും ഡീറ്റെയിൽസ് എടുത്ത് വെച്ചും UK അവർ വിസിറ്റ് ചെയ്തുകൊണ്ട് കാണിച്ച് UKയുടെ ചൈൽഡ് ബെനിഫിറ്റ് സ്കീമിന് വേണ്ടി, യൂണിവേഴ്സൽ ക്രെഡിറ്റ് സ്കീമിന് വേണ്ടി ഇവിടുന്ന് അപ്ലൈ ചെയ്യുന്നു. ചിലർ ഇവിടെ UK വന്നിട്ടുണ്ട്, ചിലർ UK കണ്ടിട്ട് കൂടിയില്ല. എനിവേ, ഇങ്ങനെ വന്ന് കയറുന്ന ആൾക്കാരുടെ പേരിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഈ ക്ലെയിം, അതായത് എനിക്ക് എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു സഹായം വേണം എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യപ്പെടുന്ന സ്കീമിനകത്ത് ഇവിടെ നിന്നുള്ള എല്ലാ ടൈപ്പുള്ള ഫോർജറികളും ഉണ്ട്. അതായത് GPയുടെ ലെറ്റർ, അതായത് ഡോക്ടർമാരുടെ ലെറ്റർ, സ്കൂളുകളിൽ നിന്നുള്ള ലെറ്റർ, ചർച്ച് പാരിഷുകളിൽ നിന്നുള്ള ലെറ്റർ, അങ്ങനെ എല്ലാ ലെറ്ററുകളും ഇവരുണ്ടാക്കുവാണ്, ഓരോരുത്തർക്കും വേണ്ടി ഉണ്ടാക്കുവാണ്. അപ്പം അവിടെ ഇരിക്കുന്നവരുടെ ലാഭം എന്ന് പറഞ്ഞാൽ, ബൾഗേറിയയിൽ ഇരിക്കുന്നവരുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ 3 പേയ്മെൻറ്റുകൾ ഏതാണ്ടൊരു 3000-4000 പൗണ്ടോളം അവർക്ക് വെറുതെ കിട്ടും. ഈ ബെനിഫിറ്റ് വരുന്നത് അവരുടെ അക്കൗണ്ടിലേക്കാണ്. അങ്ങനെ വെറുതെ കിട്ടുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി സിം വേണം, ആ സിമ്മിന് ഇടാൻ വേണ്ടി ഫോൺ വേണം, അല്ലാതെ ചുമ്മാ എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഫോണിനകത്ത് സിമ്മ് മാറ്റി ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. IMEI നമ്പർ വരെ ചെക്ക് ചെയ്യുന്ന ലെവലിലുള്ള ഒരു സ്ക്രൂട്ടനൈസിങ് സിസ്റ്റമാണ് ഈ DWP ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളത്. അല്ലാതെ ചുമ്മാ അവരെ പറ്റിക്കാൻ പറ്റത്തൊന്നുമില്ല. എത്ര വിദഗ്ധമായിട്ടാണ് അവരെ പ്ലാൻ വർക്കൗട്ടാക്കിയത് നോക്കണം. ഈ ആൾക്കാർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരുത്തൻ, ഈ മെയിനായിട്ട് അവൻ്റെ പേരെന്തുവായിരുന്നു, സ്റ്റോയിനോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത് വായിക്കുന്നത് കേട്ടോ. എനിക്കത് കറക്റ്റ് വായിക്കാൻ മനസ്സിലാകുന്നില്ല. ഒരു 27 വയസ്സുള്ള ചെറുക്കനാണ്. അവനും അവൻ്റെ ഗേൾ ഫ്രണ്ടും. അപ്പം ഇവൻ ഇവിടെ UK ആദ്യം 2003-ലോ 2013-ലോ അങ്ങോട്ട് വന്ന കാലത്ത് ഇവൻ ഇവിടെ ജോലി ചെയ്തിട്ട് അവൻ പറ്റിക്കപ്പെട്ട്, അവൻ്റെ കയ്യിൽ പൈസയൊന്നും കിട്ടാതെ അവൻ പറ്റിക്കപ്പെട്ട് വന്നൊരു കാലത്ത് ഒരു ബൾഗേറിയൻ കമ്മ്യൂണിറ്റിക്കകത്താണ് അവൻ ഈ പെങ്കൊച്ചിനെ പരിചയപ്പെടുന്നത്. ഗലീന നിക്കലോവ, ഒരു 38 വയസ്സുള്ള പുള്ളിക്കാരി. അവളെ പരിചയപ്പെട്ട അന്ന് മുതൽ ഇവൻ്റെ തലവര മാറി. കാരണം ഇവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ഇവൻ ഫോട്ടോഷോപ്പിൽ കിടുക്കനായിട്ട് ഡിസൈൻ ചെയ്യും. അവൾ ഇവനോട് കൂടി മാസ്റ്റർ ബ്രെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്ലാനാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഇവരുടെ ബേസിക് ആയിട്ടുള്ള തത്വം ഇത്രയേ ഉള്ളൂ. ഇവള് ബൾഗേറിയൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ട്രാൻസ്ലേഷൻ സർവീസ് നടത്തുന്ന ജി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കമ്പനി. ജി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമയാണ് ഈ പുള്ളിക്കാരി. അപ്പോൾ ഇവൾക്ക് അങ്ങനെ ബൾഗേറിയൻ കമ്മ്യൂണിറ്റിക്ക് വമ്പിച്ചൊരു വലിയ ഹോൾഡ് ഉണ്ട്. അവർക്ക് ഇഷ്ടംപോലെ റീച്ചുകളും ആക്സസും ഉണ്ട്. ബൾഗേറിയക്കാർ പറയുന്നത് ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവള് പോകുന്നത്. അപ്പോൾ ഇവളുടെ കൂടെയുള്ള സ്റ്റാഫാണ് ടോഡറോവ എന്നുള്ള. എനിവേ അത് വേറൊരു പെൺകൊച്ചാണ്. എനിവേ അവള് കാരണം അവളാണ് ഈ സ്കീമിനകത്ത് ഈ സംഭവത്തിൻ്റെ കേസ് എസ്കലേറ്റ് ചെയ്ത് പോലീസ് പിടിച്ച് കഴിഞ്ഞപ്പോൾ അവൾ വാപ്പസാക്ഷിയായി. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയത്. ഇനി ഇതെങ്ങനെ പിടിക്കപ്പെടുന്നുള്ള പുറകെ ഞാൻ പറയാം. വീഡിയോ മൊത്തം കാണുക. എനിവേ ഇവർ ചെയ്യുന്നത് നാട്ടിൽ നിന്നുള്ള ബൾഗേറിയയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുടെ ഐഡൻറ്റിറ്റി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇവനെ കൊണ്ട് ഇവിടെ ആൾക്കാരുടെ ഓരോരുത്തരുടെ വീടിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നൊക്കെ ഓരോ ഫോട്ടോ എടുപ്പിക്കും. ആ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇവിടെ ഫോട്ടോഷോപ്പിൽ ആ സംഭവത്തിനെ പ്രിൻറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇവിടുത്തെ UK ഒരു വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ആ ഫോട്ടോ മാറ്റും. എന്നിട്ട് ആ ഏരിയയ്ക്ക് അത്ര ലോക്കൽ GP, ലോക്കൽ സ്കൂളുകൾ, ലോക്കൽ പാരിഷ് ഇവരുടെ എല്ലാം പേരിൽ ലെറ്ററുകൾ ഉണ്ടാക്കും. എന്നിട്ടാണ് ഈ സ്കീമിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സിംഗിൾ മമ്മ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് പേരൻസ് രണ്ടുകൂടെ കൂടി ആയിരിക്കാം. എനിവേ അങ്ങനെ അവർ സ്കീമിന് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ പേരിലുള്ള കൗണ്ടർ ഫീറ്റ് ആയിട്ട് ഇത്രയും പേപ്പേഴ്സ് പോകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ചെക്കുകൾ വരും. അപ്പോൾ സാധാരണഗതി ഏറ്റവും പെട്ടെന്ന് ക്വിക്കായിട്ട് വരുന്ന, അവർക്ക് ഡൗട്ടൊന്നും തോന്നില്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ക്വിക്ക് എന്ന് പറയുന്നത് OTP ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും വരും. അത് വെരിഫൈ ചെയ്യാതെ ഒരു കാരണവശാലും ഈ ആപ്ലിക്കേഷൻ മുമ്പോട്ട് പോകത്തില്ല. ഇവരതിനു വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ അല്ലാത്ത സാധാരണ പണ്ടത്തെ Nokia 1100 പോലത്തെ ഫോണുകളില്ലേ, അത്തരം ഫോണുകൾ ഒരു റൂം നിറയെ ഫോണുകൾ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓരോ സിം, ഒരാളുടെ പേര് ഒരു സിം വായിക്കും. ആ സിമ്മിൻ്റെ പേരിൽ ആ ക്ലെയിം നമ്പർ, ആരുടെ പേരിലാണ് ക്ലെയിം പോയിരിക്കുന്നത് അവരുടെ ക്ലെയിം നമ്പറും ആളുടെ പേരും ആ സിമ്മിൽ എഴുതി പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അവരുടെ ക്ലെയിം ആകുമ്പോഴത്തേനും ഇവർ ഈ സാധനം ഇടുന്നു, ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു, OTP നമ്പർ വരുന്നു, കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ചെയ്ത് കയറ്റി വിടുന്നു, സാധനം റിമൂവ് ചെയ്യുന്നു. ഇങ്ങനെ നടത്താൻ വേണ്ടിയുള്ള, ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ഒരു 3 ഷോപ്പുകൾ, അവർ പറയുന്ന സ്കാം ഫാക്ടറീസിനെ വിളിക്കുന്നത് 3 സ്കാം ഫാക്ടറി ലണ്ടനകത്ത് തന്നെ ഇവരിപ്പോൾ ഹോൾഡ് ചെയ്തു. 2021 ഈ കേസ് എക്സ്പോസ് ആകുന്നത്. അപ്പം ഇങ്ങനെ വരുന്നത് എനിവേ 2021 പറയാൻ കാര്യം, ഈ പറഞ്ഞ വസ്തു ആദ്യം ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞും ഇവർക്ക് ഈ സംഭവത്തിനകത്ത് ക്ലാരിറ്റി ഒന്നും കിട്ടത്തില്ല. എങ്ങനെ ഇത് ചെയ്യുന്നു, ആരത് ചെയ്യുന്നു അവർക്ക് അറിയത്തില്ല. അപ്പം ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഇവിടെ നിന്നുള്ള ആളല്ല, അത് ബൾഗേറിയ എന്നുള്ളൊരു പോലീസ് ഓഫീസറാണ്. അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം തൽക്കാലം ഇവരുടെ സിസ്റ്റം പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 5 പേര് കൂടി ചെയ്യുന്ന പ്രിൻ്റ് ഔട്ടുകളും ഇങ്ങനത്തെ ഫോൺ ഓപ്പറേഷൻസും ഇങ്ങനത്തെ ഒരു ഡിജിറ്റലായിട്ടുള്ള സ്കാമുകൾ ഉണ്ടാക്കി ഇറക്കുന്ന, കൗണ്ടർ ഫിറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി ഇറക്കുന്ന ഈ ക്ലെയിം, ഓരോരുത്തരുടെയും പേരിൽ ഉണ്ടാക്കുന്ന ക്ലെയിം ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആളുടെ പേരിൽ ഇത്ര രൂപ അലവൻസ് ആയിട്ട് മാസം വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ കേൾക്കേണ്ടത്. അപ്പോൾ ആ മാസം വരുന്ന തുക വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചു. അതായത് ഇവർ പറയുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ ഈ സ്കീം ഓടിച്ചെടുത്തിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിൽ നാട്ടിലിരിക്കുന്ന ആൾക്കാരുടെ ലാഭം, അവർക്ക് ആദ്യത്തെ കുറച്ച് മാസങ്ങളുടെ പൈസ അവർക്ക് കിട്ടും. അതായത് ആ ബൾഗറിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇവർക്ക് 500 പൗണ്ടോ 800 പൗണ്ടോ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവരുടെ പേരിൽ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയിട്ട് അവർക്ക് പൈസ കിട്ടുന്ന പരുവത്തെ ഇവരാക്കിയെടുക്കും. ശേഷം കുറേ നാളത്തെ 6 മാസത്തെയോ ചിലപ്പോൾ 1 വർഷമായിരിക്കും, എനിക്കറിയത്തില്ല, കറക്റ്റ് ഇതിനകത്ത് പറയുന്നില്ല എത്രയാണെന്നുള്ളത്. ഇവർക്കും എനിക്ക് തോന്നുന്ന ഐഡിയ ഒന്നുമില്ല അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. എനിവേ അത്രയും പൈസ വെറുതെ ഇരുന്ന് കിട്ടുമല്ലേ ആ ഗ്രാമത്തിനകത്തുള്ള ആൾക്കാർക്ക് വെറുതെ. അതും ബൾഗേറിയയുടെ പൈസ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പൗണ്ടിൻ്റെ വില ഭയങ്കര ഭീകരമാണ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും ഇവരിവിടുന്ന് വെറുതെ കൊടുക്കുന്ന ഈ ചൈൽഡിനെ ബെനിഫിറ്റായിട്ട്, ചൈൽഡിനെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ അഡൾട്ടിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പൈസ, ഈ പെൻഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന പൈസ അവരവിടെ ലക്ഷറി ആയിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അത് 1 വർഷത്തോളം ഉപയോഗിച്ചത് വെച്ചു. ശേഷം ആ ക്ലയൻറ്റിന് ആ പറഞ്ഞ സംഭവം കിട്ടാതാകുന്നു. കാരണം ഇവരാളുടെ ഈ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കിട്ടുന്ന പൈസ മൊത്തം ഇവരുടേതാണ്. ആ ആദ്യത്തെ 500 പൗണ്ട് കൊടുക്കുമ്പോൾ 1 വർഷത്തെ അല്ലെങ്കിൽ എത്ര മാസത്തെ പൈസ മാത്രമേ ക്ലയൻറ്റിന് കിട്ടുന്നവർ എഗ്രി ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് ഇവരുടെ സ്കാം ഓടുന്നത്. ശേഷം കിട്ടേണ്ട പൈസ മൊത്തം ഇവർ നേരിട്ട് വാങ്ങിക്കുവാണ്. ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇവരുടെ അക്കൗണ്ടിലേക്ക് അത് പല ന്യൂമറസ് അക്കൗണ്ടുകൾ വഴി ട്രാൻസ്ഫർ ചെയ്യിച്ചിട്ട് എടുക്കുന്ന പൈസ ഇവർ പല ലക്ഷറി ഗുഡ്സും വാങ്ങിച്ച് ഇവിടെ ഇറക്കുവാണ്. ബോഡി കാറുകളും ഇവർ പിടിച്ചത് ഭയങ്കര ഭീകരമായ സാധനങ്ങളൊക്കെ, റോളക്സ് വാച്ചുകളുടെ ബിഗ് കളക്ഷനൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ലെവൽ ഓഫ് ടൈപ്പിലുള്ള മണി ലോണ്ടറിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ന്യൂമറസ് അക്കൗണ്ട് വഴി. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരെ, നമ്മുടെ ഇവിടെ സ്റ്റുഡൻറ് ലൈഫിൽ നിന്ന കാലത്ത് ഒരു സംഭവം ഓർക്കുന്നുള്ളത്, ഞങ്ങളുടെ സമയത്തുണ്ടായിരുന്നൊരു സംഭവമാണ്. നമ്മുടെ അക്കൗണ്ട് വഴി പൈസ എടുത്ത് അവരുടെ അക്കൗണ്ടിലോട്ട് നമ്മളൊരു പൈസ ട്രാൻസ്ഫർ ചെയ്യും. 500 പൗണ്ട് മുതൽ 4000 പൗണ്ട്, 5000 പൗണ്ട്, 8000 പൗണ്ട് കാർഡ് പൊട്ടിക്കാന്ന് ഇവിടെ അവർ വിളിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ വരുന്ന പൈസ നമ്മൾ നേരിട്ട് പോയി ബാങ്കിൽ നിന്നോ മറ്റൊരിടത്തുനിന്നോ ഒരു പ്രശ്നവും കൂടാതെ എടുത്ത് അവരുടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 500 മുതൽ 1000 രൂപ വരെ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരുന്നൊരു കാലമുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനൊരു സംഭവമുണ്ട്. 2016 മുതൽ 18 വരെ സമയത്ത് വീണ്ടും ഇത് ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം അന്ന് മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അന്ന് അവർക്കാണ് ഈ ലാഭം കിട്ടിക്കൊണ്ടിരുന്നത്. മെയിനായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന ആൾക്കാർക്കെല്ലാം ഇങ്ങനെ പൈസ കിട്ടുന്നു. അപ്പോൾ വേറെ ആരും ചോദിക്കാനില്ല. കാരണം ബാങ്കിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാങ്കിൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന പൈസ അവർക്ക് സോഴ്സ് ഓഫ് ഇൻകം മാത്രമേ, എന്തുകൊണ്ടാണ് പൈസ വന്നു എന്ന് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതിനിതുപോലെ ഏതെങ്കിലും ഒരു കസിൻ്റെയോ മറ്റൊരുത്തിൻ്റെയോ പേരിലൂടെ ലെറ്ററോടെ ഞങ്ങൾ അയച്ചു കൊടുത്താണെന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ തീരേണ്ട സീനായിരുന്നു. അങ്ങനത്തെ എന്തൊക്കെയോ കളിയാണ് ഓടിക്കൊണ്ടത്. ഈ പൈസ മൊത്തം എങ്ങനെ വന്നതാണെന്നുള്ളതിൻ്റെ കണക്കിപ്പോൾ കേട്ടോ. ഇതാണ് ഈ പൈസയുടെ സോഴ്സ്. ഇങ്ങനത്തെ പല 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 ഇനം ഇടപാടുകൾ നടക്കുന്നൊരു സ്ഥലമായിരുന്നു ലണ്ടൻ. ഇന്നും അതെ. അല്ലാതെ ഈ 54 മില്യണൊന്നും അല്ല ഇതിനകത്തെ പ്ലേ. പക്ഷെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഇത് പോയി പറ്റിക്കപ്പെട്ട കാശായതുകൊണ്ട് ഇത് ലോകം മൊത്തം, ഇവിടെ UK മൊത്തം വലിയ വാർത്തയായിട്ട് കോടതി ഇൻവോൾവ്. കോടതിയൊക്കെ കട്ട കലിപ്പാണ്. നീയാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് ഈ പെണ്ണോട് ചൂടാക്കിച്ചത് ജഡ്ജ്. എനിവേ ഏതായാലും അവരെ സംബന്ധിച്ച് ഇതിന് ഭയങ്കര നാണം കെട്ട ഇതായിപ്പോയി. ഇവര് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ പറഞ്ഞ 4 പേര് പിടിക്കപ്പെട്ടത്. അത് ഈ ചെറുക്കൻ ഈ സ്റ്റോയിനോവ് എന്ന് പറഞ്ഞ ചെറുക്കൻ, ആകെ 5 പേരാണുള്ളത്. ഗലീന നിക്കോളോവ എന്ന് പറഞ്ഞ പെണ്ണ്, അവളാണ് ട്രാൻസ്ലേഷൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥ. പിന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കുന്ന സ്റ്റൈനോവ് എന്ന് പറയുന്ന പയ്യൻ, ഗ്വിനേഷ് അലി എന്ന് പറഞ്ഞ വേറൊരുത്തൻ, പട്രിസ്റ്റ അനേവ എന്ന് പറയുന്ന വേറൊരു പെങ്കോച്ച്. അതൊരു ചെറിയ പെങ്കോച്ച്, 26 വയസ്സേ ഉള്ളൂ. പിന്നെ ഈ ടൊഡറോവ എന്ന് പറയുന്ന പുള്ളിക്കാരി, ആ പുള്ളിക്കാരിയെ പിടിച്ച് അന്നേരം പുള്ളിക്കാരി പറഞ്ഞു ഞാൻ മാപ്പുസാക്ഷി ആയിക്കോളാം, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തതിൻ്റെ. കാരണം ഈ പുള്ളിക്കാരിയായിരുന്നു ഇവളല്ലാതെ പിന്നെ ഈ ട്രാൻസ്ലേഷൻ കമ്പനിക്കകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ അവളുടെ കെട്ടിയോ ഇതിനകത്ത് ഈ കേസിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇവൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നേരില്ല, അത്രമാത്രം തിരക്കാണ്. കാരണം ഇങ്ങനെ ക്ലയൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടുന്ന് ഓൺലൈനിൽ ആൾക്കാർ ഇങ്ങനെ നിൽക്കുവാണ്. ഇവൾ ഈ പേപ്പർ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ മുമ്പോട്ടുള്ള അടുത്ത ലെവലിലോട്ട് ഇത് കയറി പോകുന്നുള്ളൂ. അപ്പോൾ ഇവക്ക് ഇരിക്കാനോ നിൽക്കാനോ നേരെയില്ലാത്തവണ്ണം തലകുത്തി മറിഞ്ഞ് വർക്ക് കൊടുത്ത കാലമായിരുന്നു കുറേ വർഷങ്ങളൊന്നും. അപ്പോൾ ഇവളത് പറയുന്നുണ്ട്, ഞാൻ ഈ സിസ്റ്റത്തെ പറ്റി ചില മാപ്പി ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതായിട്ട് പറയുന്നുണ്ട്. സ്റ്റിൽ ശിക്ഷ തന്നെയാണ്. പക്ഷേ അവൾക്കിപ്പം 2021 പിടിക്കപ്പെട്ട് കഴിഞ്ഞ് 23 വരെയുള്ള കാലത്ത് അവൾക്ക് 2 വർഷം സെൻറ്റൻസ് കംപ്ലീറ്റ് ആയതുകൊണ്ട് അവളെ വെറുതെ വിട്ടു. ഇന്നാണ് ഇതിൻ്റെ കേസിൻ്റെ വിധി വന്നിരിക്കുന്നത്. വുഡ് ഗ്രീൻ കോർട്ടിലാണ് വിധി വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വാർത്തയുടെ ലിങ്ക് താഴെ ഇടാം. സൗകര്യമുള്ളൊരു കയറി നോക്കുക. എനിക്ക് ഇത്തരം ഇങ്ങനെ ക്രൈം ത്രില്ലറായിട്ടുള്ള മണി ഹേസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകളും സിനിമകളും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ന്യൂസുകൾ ഞാൻ വിടത്തില്ല. വിശദമായിട്ട് ഞാൻ വായിച്ച് കണ്ടറിയും എന്താണ് അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്, എങ്ങനെയൊക്കെ ഉണ്ടായെന്നുള്ളത്. അപ്പം അതിനകത്ത് ഒരു സംഭവം എനിക്ക് എന്നെ ക്ലിയറായിട്ട് എന്നെ ഹുക്ക് ചെയ്തത്, ഈ സ്റ്റോയിനോവ് എന്ന് പറഞ്ഞാൽ അവൻ ആ പൈസ മൊത്തം ബൾഗേറിയക്ക് പമ്പ് ചെയ്യാണ് ഇരിക്കുന്നത്. അവന് കിട്ടിയ ലക്ഷങ്ങൾ മൊത്തം. അപ്പോൾ ആ മൊത്തം 500 കോടി 554 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണ് നോക്കും. അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എമൗണ്ടാണ്. ആ പൈസയിൽ അവൻ്റെ ഷെയർ മൊത്തം അവൻ ബൾഗേറിയക്ക് നന്നായിട്ട് വലിയൊരു തോതിൽ പമ്പ് ചെയ്തിട്ട് അവൻ ഈ പ്രശ്നം ഉണ്ടായി കേസ് പിടിക്കപ്പെടുന്നുള്ള നിലയിൽ എത്തി. അന്നേരം അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പം രക്ഷപ്പെട്ട് അവനെ പിന്നെ അവിടെ തപ്പിക്കൊണ്ടിരിക്കുക. അന്ന് മുതൽ തപ്പുന്ന ആളെ പിന്നെ കൈ കിട്ടുന്നത് 2023 ജനുവരിയിലാണ്. 2023 ജനുവരി അവരുടെ രാജ്യത്തിൻ്റെ പെർമിഷനോടുകൂടി അവനെ അവിടെ നിന്ന് പിടിച്ചിവിടെ കൊണ്ടുവന്നു. എന്നിട്ടാണ് ഈ കേസിൻ്റെ വിചാരണ തുടങ്ങുന്നത്. 2024 ജൂൺ ഇത് മെയ് അവസാനം മെയ് 30 ഇന്ന് കേസിൻ്റെ വിധി വന്നു. ഈ പറഞ്ഞ എല്ലാവർക്കും വലിയ 25 വർഷത്തെ ശിക്ഷയൊക്കെയാണ് വിധിച്ചിരിക്കുന്നത്. 8 വർഷം മുതൽ 25 വർഷം വരെ ശിക്ഷയൊക്കെയാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പൈസ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റിന് മുകളിൽ ഈ പൈസ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുഴപ്പമുണ്ടില്ല. ഈ സ്കാമുകൾ നേരത്തെ ആൾക്കാരിവിടെ ഓടിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ ക്രെഡിറ്റ് സ്കീം ആയിക്കോട്ടെ, അഡൾട്ട് ബെനിഫിറ്റ് സ്കീം ആയിക്കോട്ടെ, ചൈൽഡ് ബെനിഫിറ്റ് സ്കീമുകളായിക്കോട്ടെ, ഇതിലൊക്കെ ആൾക്കാർ ഗവൺമെൻറ് പറ്റിച്ചിട്ടുണ്ട് പല ഇനത്തിൽ പല വഴിക്ക്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയാം എന്താണെന്നുള്ളത്. അതിനകത്ത് വലിയ വില്ലന്മാരായിട്ടൊരു 4-5 പേരുടെ പേരും അവരുടെ കഥകളും എന്തോന്ന് ഞാൻ പറയാം. എനിവേ ഈ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു ബൾഗേറിയക്കകത്തെ ഒരു ഗ്രാമത്തിൻ്റെ ഔട്ട് പോസ്റ്റ് ഉള്ള ഒരു സാധാരണ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരു പുള്ളിക്ക് സംശയം തോന്നുന്നു, ഇതെന്താണ് ഒരു ഗ്രാമം മാത്രം ഭയങ്കര അഭിവൃദ്ധി, എന്നും പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു, അവർ പുതിയ വണ്ടികൾ വാങ്ങിക്കുന്നു, അവരിടുന്നതെല്ലാം വലിയ ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ, ലക്ഷറി ആയിട്ടുള്ള ബാഗുകൾ ഉപയോഗിക്കുന്നു, ഇടുന്ന ഡ്രസ്സുകളെല്ലാം ലക്ഷറി ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നു. അതെന്താണ് ആ ഗ്രാമത്തിന് മാത്രം അങ്ങനെ ഒരു സംഭവം? എന്താണ് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത? ഈ പുള്ളി സ്വന്തം നിലയ്ക്ക് അവരുടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അയാളുടെ സ്വന്തം നിലയ്ക്ക് തുടങ്ങുന്ന ഇൻവെസ്റ്റിഗേഷൻ. അയാൾ ആദ്യമേ തപ്പി തുടങ്ങുന്നു, എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന് തപ്പി തുടങ്ങുന്നു. അയാൾ ആദ്യം സംശയിച്ചത് മൊത്തം ബൾഗേറിയക്കകത്ത് ഏറ്റവും ഒരു കാലത്ത് തുണിയുടെ വ്യവസായത്തിൽ ഏറ്റവും പേര് കേട്ട ഗ്രാമമാണ് ഈ സ്ലോവൻ സ്ലെവൻ എന്നായിട്ട് പറഞ്ഞ ഗ്രാമം.
ആ ഗ്രാമത്തിനകത്ത് ഇന്ന് നിലവിലുള്ള മാർഗം എന്ന് പറയുന്നത് യുക്രൈൻ, റൊമേനിയ, ബൾഗേറിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പെമ്പിള്ളാരെ കൊണ്ടുവന്നിട്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്, വേശ്യാവൃത്തിക്ക് വേണ്ടി യൂറോപ്പിലെ പല രാജ്യങ്ങൾ, അതായത് ഫ്രാൻസ്, മെയിനായിട്ട് ഫ്രാൻസ്, ജർമ്മനി, UK പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലൈസ് ചെയ്യപ്പെട്ടിരുന്ന രാജ്യങ്ങളിലേക്ക് ഈ പെമ്പിള്ളാരെ കടത്തുകയാണ് ഇപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള പരിപാടി. കടത്തുക എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടൊരു വലിയ ഇതായിട്ട് വിചാരിക്കുന്നത് വേണ്ട, ഇവിടെ ലീഗലാണ്. ഇത് തയ്യാറായിട്ട് വരുന്ന പെണ്ണുങ്ങളാണ് ഭൂരിഭാഗം. ബൾഗേറിയക്കകത്തൊക്കെ ഒത്തിരി ഇടത്ത് ഇങ്ങനത്തെ കുടുംബങ്ങളുണ്ട്, അതായത് വൈഫ് ജോലിക്ക് പോയിരിക്കുക, എവിടെ പരിപാടി ഇതാണ്, പക്ഷേ കുടുംബം ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഇഷ്ടംപോലെ പൈസയാണ്. അവർ 6 മാസം പോയി അത് പണി ചെയ്യും, ജർമ്മനിയിലോ UK എവിടെയും പോയി പണി ചെയ്യും, ഡാൻസ് ബാറുകളുണ്ട്, നേക്കഡ് ബാറുകളുണ്ട്, അങ്ങനത്തെ പലയിടത്ത് പണി ചെയ്യും, ശേഷം അവർ തിരിച്ച് വന്ന് കുടുംബമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കും. ഇത് വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് ഓർത്തിട്ട് വേണത് കേൾക്കാൻ. അപ്പോൾ ഈ ഡിക്റ്റേറ്റീവ് ആദ്യം വിചാരിച്ചത് ഇതുപോലത്തെ എന്തൊരു സ്കാം, എന്തോ ഒരു വലിയ ഹൈ ലെവൽ സ്കാം ഈ ഒരു ഗ്രാമത്തിൻ്റെ ബേസിൽ ഓടുന്നുണ്ട്, അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പുള്ളി ശ്രമിച്ചത്. പുള്ളി ഡിഗ് ചെയ്ത് പോകും തോറും പുള്ളി കണ്ടെത്തുന്നത് ഇവരാരും ഒരു പണിക്കും പോകുന്നില്ല, വീടിന് വെളിയിറങ്ങുക പോലും ചെയ്യാതെ ജീവിക്കുന്ന, ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ എവിടുന്ന് പൈസ വരുന്ന അറിയത്തില്ല. അപ്പോൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എങ്ങനെ പൈസ വരുന്നുള്ള അയാളുടെ അന്വേഷണമാണ്. അയാളിങ്ങനെ ഇത് വരുന്നത് ഈ പൈസയുടെ സോഴ്സ് UK ആണ്. ഇവർ പലരും UK കണ്ടിട്ട് കൂടിയില്ല, പക്ഷേ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? അങ്ങനെ അയാൾ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ആ വിവരം അറിയിക്കുകയാണ്, ഇത് ഇങ്ങനൊരു സംഭവം ഓടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു സംതിങ് റോങ് ഓടുന്നുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കുകയാണ്. 2020 മുതൽ തുടങ്ങിയ അന്വേഷണം 21 ആയപ്പോൾ കൺഫർമേഷൻ വന്നു, ഇങ്ങനെയാണ് ഈ പൈസ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇവരെ നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പെൻഷൻ സ്കീമിൽ നിന്നാണ് ഈ പൈസ കൊണ്ടിരിക്കുന്നത് അവർ കണ്ടുപിടിക്കുന്നു, പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ശേഷം ആസ്യൂഷൻ ഞാനിതൊരു വീഡിയോ ഇടാം, അവരുടെ ആ കോർണർ ഷോപ്പിൽ വുഡ്ഗ്രീനിനകത്ത് ഇവരുടെ കോർണർ ഷോപ്പിലോട് പോലീസ് അയച്ച് കയറുന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ ആ വീഡിയോ ഇടാം. അതായത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വലിയ കെട്ടായിട്ട് ക്യാഷ് വെച്ചിരിക്കുകയാണ്, വലിയ കെട്ടുകളായിട്ട് നോട്ട് കെട്ടുകൾ, പൗണ്ട് കെട്ടുകൾ വെച്ചിരിക്കുന്നു, ഇഷ്ടംപോലെ ഫോണുകൾ, ഒരു മുറി നിറയെ ഫോണുകൾ അടുക്കി കൂട്ടി വെച്ചിരിക്കുന്നു. എല്ലാ ക്ലയൻറ്റിൻ്റെയും ഇതുവരെ കഴിച്ച് ഈ 6000-ഓളം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് എണ്ണാൻ പറ്റുന്ന അത്ര ആൾക്കാരുടെ കാര്യം പറയുന്നത്, അത്ര അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇതിന് മുകളിലുണ്ടെന്ന് അറിയത്തില്ല. 6000-ഓളം പേരുടെ പേരിലുള്ള സിമ്മും അവരുടെ ക്ലയൻറ്റ് ഡീറ്റെയിൽസും ക്ലെയിം ഡീറ്റെയിൽസും ഫയലുകളും എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഈ ഓഫ് ലൈസൻസിൽ വിളിക്കപ്പെടുന്ന ഒരു കടയുടെ പുറഭാഗത്ത് 2 മുറിക്കകത്താണ്. ഇതുപോലെ 3 കടകൾ ലണ്ടനകത്ത് തന്നെ പല സ്ഥലങ്ങളിൽ. വുഡ്ഗ്രീനെ കുറിച്ച് എനിക്ക് അത്ഭുതമൊന്നുമില്ല, അത് നോർമലായിട്ടാണ് നടക്കുന്ന ഒരു കാര്യമാണ്, അത് പുതിയൊരു സംഭവം തന്നെ. ചുമ്മാ എവിടെ എന്ത് വെടിവെപ്പ് ഉണ്ടായാലും ആദ്യം വെടിവെപ്പ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ടോട്ടൻഹാമും വുഡ്ഗ്രീനും, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ മറ്റുള്ളിടത്തൊക്കെ കഥകൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നു. ഇതാണ് നമുക്കിടെ നോർമലി ജീവിച്ചുകൊണ്ടത്. ഇങ്ങനൊരു ദമ്പതികളുടെ കഥയാണ് ഈ കേൾക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നാട്ടിലാണെങ്കിൽ ഇതിപ്പോൾ സമരവും കുടിയും നിലവിളിയും ബഹളവും നിയമസഭയ്ക്കകത്ത് അടിയൊക്കെ ആയതിന് ഇവിടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നു. ഇവിടുത്തെ പോലീസ് ഇവിടുത്തെ രീതിക്ക് ഇത് കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഇത്രയും പറഞ്ഞ് നിർത്തി കൊടുത്തില്ല, ഇതും കൂടെ പറഞ്ഞ് നിർത്തിയെങ്കിൽ മോശമാകുന്നുള്ളത് പറയുകയാണ്. ബ്രിട്ടൻ്റെ 2021-22 കാലഘട്ടത്തിൽ 8.6 മില്യൺ പൗണ്ട് ഇത്തരം സ്കാമുകൾ വഴി ഗവൺമെൻറ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പുതിയ സംഭവമൊന്നുമല്ല, ഇവിടുത്തുകാർ തന്നെ ഇവരെ വേണ്ടത്ര പറ്റിച്ചിട്ടുണ്ട്, ഇപ്പോഴും പറ്റിക്കുന്നുണ്ട്. അത് വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വർഷമായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഭൂരിഭാഗം പേർക്കും അറിയാം, 1 കൊച്ചായി 2 കൊച്ചായി 3 കൊച്ചായി 4 കൊച്ചായി 5 കൊച്ചായി. കാരണം 5 കൊച്ചാകുമ്പോൾ ഇവർ പണിക്ക് പോകുന്ന പരിപാടി നിർത്തി, വീടായി വണ്ടിയായി മറ്റുള്ള സൗകര്യങ്ങളായി എല്ലാം ഗവൺമെൻറ് കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അങ്ങനെ അതിനുവേണ്ടിയാണ് അവർ ഇത്രയും, ഞങ്ങൾ വന്ന കാലത്തൊക്കെ അവിടെ കളിയാക്കി പറയും, അവർക്ക് ഇപ്പോൾ അടുത്ത കൊച്ചുകൂടായ എന്നെ കുഴപ്പം എന്ന് പറയുന്ന ലെവലിലുള്ള സംഭവം. കാരണം ഗവൺമെൻറ് സഹായം കിട്ടും, അവർക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന ആർക്കും ഇത് കിട്ടും, PR ഉള്ള ആർക്കും ഈ സഹായം കിട്ടും. അങ്ങനെയും ജീവിക്കുന്ന മലയാളികളുണ്ട്, ഈ ബെനിഫിറ്റ് എടുത്ത് മാത്രം ജീവിക്കുന്ന മലയാളികളുമുണ്ട്. എനിക്ക് പണിക്ക് പോകാൻ വയ്യ, കൈ വിറയ്ക്കും, കാരണം കുടിയാണ്, കൈ വിറയ്ക്കും. അപ്പോൾ ആൽക്കഹോൾ ഡിപ്പെൻഡൻസി മൂലം ബെനിഫിറ്റ് വാങ്ങി ജീവിക്കുന്ന മലയാളികളും ഉണ്ട്, നമുക്കറിയുന്നിടത്ത് തന്നെ. എനിവേ, ബ്രിട്ടനെ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ പറ്റിച്ച ഒരു 5 പേരുടെ കാര്യം, 4 പേരുടെ കാര്യം പറയട്ടെ. ഒന്ന് ഏതൽ മഗ്ഗിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി 72 വയസ്സുള്ള പുള്ളിക്കാരിയാണ്. ഈ പുള്ളിക്കാരി ചെയ്ത പരിപാടി 75,000 പൗണ്ടോളം പുള്ളിക്കാരി, 75,000 അല്ലേ, 7,50,000 പൗണ്ട്, 7,50,000 പൗണ്ടോളം ഗവൺമെൻറ്റിനെ പറ്റിച്ചു. എങ്ങനെയാ പറയും, ഇവരുടെ അപ്പൻ എന്തോ ഒരു പട്ടാളക്കാരനോ എന്തോ ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഇവരത് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടില്ല ഈ പുള്ളിക്കാരൻ മരിച്ച വിവരം. അപ്പോൾ ഇയാളുടെ പേരുള്ള പെൻഷൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പ്രായമായല്ലോ, ഇവർ കളിച്ച കളി എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ അവർ സൂക്ഷിച്ച് വെച്ച് ലാവിഷായിട്ടുള്ള ജീവിതം ജീവിച്ചു, അവരെ കൊണ്ടാവുന്ന കാലത്തോളം. അവർക്ക് വയ്യാതായ കാലത്ത് അവരങ്ങ് ഡിമെൻഷ്യ അഭിനയിച്ചു. അപ്പോൾ 5 പൈസ ഇവരുടെ നിന്ന് പോകത്തില്ല. കാരണം ഡിമെൻഷ്യ ഉള്ള ഒരാളെ ഇവിടെ ബൈ ലോ അനുസരിച്ച് കൗൺസിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം ബെനിഫിറ്റ് സ്കീമിൽ നിന്നാണ് പൈസ വരേണ്ടത്. അവർ ഡിമെൻഷ്യ അഭിനയിച്ച് വർഷങ്ങളോളം ജീവിച്ചു. അവസാനം ഗവൺമെൻറ് അത് കണ്ടുപിടിക്കുകയും മറ്റുള്ള ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നത്. ഏതൊരു ഒക്കേഷനകത്ത്
എന്തോ ഒരു സംഭവം, അതായത് ഒരു ഫ്രണ്ടിനെ ഈ ഡാഡിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി, അസസ് ചെയ്യാൻ വേണ്ടിയായിട്ട് വന്ന ഒരു ടീമിനെ അവർ പറ്റിച്ചു. ഇവരുടെ ഫ്രണ്ടിനെ പുതപ്പിനടി കയറ്റിയിരുത്തിയിട്ട് അത് ഡാഡ് കിടന്നുറങ്ങുവാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നൊരു അവസരം വന്നു. അങ്ങനെ എങ്ങാണ്ടാണ് ഇവരെ കണ്ടുപിടിക്കുന്നത്. എനിവേ, ഏതായാലും ഇവർക്കും കുറേ വർഷങ്ങളിലെ ശിക്ഷ കൊടുത്തിട്ടുള്ളൂ. 12 വർഷം ഇവരെ ശിക്ഷിക്കേണ്ടി ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തോ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടോ ഓർമ്മ, ഞാൻ ഇവിടെ എഴുതി വെച്ചത്, ഇവിടെ ഞാൻ ഓർക്കത്തില്ല. പക്ഷേ എനിവേ, അവരുടെ കുറേയേറെ പൈസ തിരിച്ചെടുക്കാൻ പറ്റുമോ? 7 ലക്ഷം രൂപ അവർ അടിച്ചു മാറ്റിയെങ്കിലും കുറേയേറെ പൈസ അവരുടെ തിരിച്ചെടുക്കാൻ പറ്റി. അടുത്തവൻ രണ്ടാമൻ അലി ബന മുഹമ്മദ്. പുള്ളി ഒരു 42 വയസ്സുകാരനാണ്. പുള്ളിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മാഞ്ചസ്റ്റർ ബേസ് ചെയ്തുണ്ടായിരുന്ന ഒരു പുള്ളിയാണ്. ഇവന് എന്തോ ഒരു സോഷ്യൽ സർവീസ് സ്കീമും അതിനോട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു ഹോൾഡ് ഇവനുണ്ടായിരുന്നു. അതിനകത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസോ പരിചയം അങ്ങനത്തെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ലോക്കലി ഉള്ള ആൾക്കാരുടെ പല കൂട്ടുകാരുടെയും പല വീട്ടുകളിലുള്ള പിള്ളേരുടെയും ഡീറ്റെയിൽസും ഐഡൻറ്റിറ്റികളും ആഡ് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻസ് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ആദ്യത്തെ ഒരു 10 എണ്ണം വർക്കൗട്ടായപ്പോൾ ഒരു മനസ്സിലായി ഈ സംഭവം ഓടിച്ചെടുത്താൽ ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ശേഷം അവൻ ചെയ്തത് 200ഓളം പേര് മൊത്തം, പിന്നെ അവൻ ഉണ്ടാക്കിയെടുത്ത ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ 182 എണ്ണമാണ്. 200ഓളം പേരുടെ പേരിലുള്ള ഐഡന്റിറ്റി വെച്ച് ക്ലെയിം ഉണ്ടാക്കിയെടുത്ത് ക്ലെയിം അവൻ മൊത്തം വാങ്ങിച്ചെടുത്തത് 1.7 മില്യൺ ആണ്. അപ്പോൾ 2022 മാത്രം ചെയ്ത കാര്യം പറഞ്ഞത്, ഫോട്ടോ ഇടാം. അപ്പോൾ 2022 പുള്ളി ഉണ്ടാക്കിയെടുത്ത പൈസയ്ക്ക് അതിന് പുള്ളി ഏണ്ട് ശിക്ഷിക്കുന്ന 22 എണ്ണം മാത്രമേ ഗവൺമെൻറ് തെളിയിക്കാൻ പറ്റുള്ളൂ ഇത് ഫ്രോഡാണെന്നുള്ളത്. എനിവേ, 2 മില്യണോളം അവൻ്റെ തിരിച്ചു വാങ്ങിക്കാനായിട്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു 2022. അതാണ് ലാസ്റ്റ് കിട്ടിയ പത്രവാർത്ത. അടുത്തയാണ് നീൽ ഫൈലർ, 46 years old. ഇവൻ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല, ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒന്നിനും കഴിവില്ല. അപ്പോൾ ഒന്നിനും കഴിവില്ലാത്ത എന്നെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യണം. ആ പേരിൽ പൈസ വാങ്ങിച്ചെടുത്തൊരു ടീമാണിത്. ഇയാളെ പേര് കഴിഞ്ഞാൽ ഏതാണ്ട് 30-40,000 പൗണ്ടോളം പുള്ളി വാങ്ങിച്ചെടുത്തു. ഇവനെ കണ്ടുപിടിക്കുന്നത് ഇവന് ഫ്ലോറിഡയിലോ അമേരിക്കയിലോ എങ്ങാണ്ട് പോയിട്ട് റോളർ കോസ്റ്റർ റൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ വെളി വന്നു. അതായത് ഒറ്റയ്ക്ക് നടക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ പോലും കഴിവില്ലാത്ത സമയത്ത് തിന്നണമെന്ന് ഞാൻ മറന്നുപോയി എന്ന് അസസ്മെൻറ്റ് എഴുതി കൊടുത്ത ടീമാണ്. അവരെ പിടിച്ചു. കുറച്ച് 2 മാസങ്ങളുടെ ശിക്ഷയുള്ളായിരുന്നു. 11 മാസം ശിക്ഷയുള്ളായിരുന്നു. 30,000 അടുത്തങ്ങാണ്ട് പൗണ്ട് അവരെ തിരിച്ചു വാങ്ങിച്ചെടുത്തു. ഇതാണ് ഇവർ ചെയ്തത്. എന്തോ അസറ്റ് കവർ ചെയ്യുകയോ ചെയ്തിട്ട് തിരിച്ചു വാങ്ങിച്ചെടുത്തു. അടുത്ത മാഡം അതിഭീകര മാഡമാണ്, മെഴ്സിഡസ് ബ്രാഡ്ലി, 33 വയസ്സ്. പുള്ളിക്കാരി ഒരു വിർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ആയിരുന്നു. അതെ, വിർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ എയർ ഹോസ്റ്റസ് ആയിരുന്നു പുള്ളിക്കാരി. ഇവരുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ അക്കൗണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഇത്തരം സ്കീമുകൾക്ക് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഈ ബെനിഫിറ്റിന് അർഹതയുണ്ടെന്ന് നമ്മുടെ നാട്ടിൽ BPL എന്നൊക്കെ പറയലേ. അപ്പോൾ അത്തരം സ്കീമിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കരുത്, നമ്മുടെ അക്കൗണ്ടിനകത്ത് ഇത്ര ലക്ഷം രൂപയ്ക്ക് മുകളിൽ കാണരുത്, അങ്ങനെ കുറേ റൂളുകളുണ്ടല്ലോ. ആ റൂളുകൾ വെച്ച് ഇവിടുത്തെ കണക്കെന്ന് പറഞ്ഞാൽ 23,000 പൗണ്ടാണ്. 23,000 പൗണ്ടിന് മുകളിൽ നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ സ്കീമിന് അർഹരല്ല. നമുക്ക് ഒരു ബെനിഫിറ്റും ഗവൺമെൻറ് കിട്ടില്ല. പെൻഷൻ കിട്ടും, അതല്ല നോർമൽ അല്ലാതെ വേറെ സ്കീമുകളൊന്നും കിട്ടില്ല. അതായത് നമുക്കൊരു ടെർമിനൽ ഇൽനെസ് വന്നു, നമ്മൾ മരിക്കാൻ പോവാണ്, എന്നാൽ പോലും വേറൊരു ബെനിഫിറ്റ് ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടത്തില്ല. കാരണം 23,000 പൗണ്ടിന് മുകളിൽ ആസ്തി നിങ്ങൾക്കുണ്ട്. ഇവിടെ കളിച്ച കളി എന്ന് പറയുന്നത് 48,000 പൗണ്ട് ഇവളുടെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ അതൊരു സീക്രട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, എന്തോ ഇവളുടെ പേരിനോട് സാമ്യമുള്ളൊരു പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൾ ആ അക്കൗണ്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. അവളുടെ എക്സ് ബോയ് ഫ്രണ്ട്സ് മൊത്തം ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ അയച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ലാസ്റ്റ് ഒരുത്തിന് അയച്ചിരുന്ന 30,000 പൗണ്ട് ഒറ്റയടിക്കാം. അത്രയും പൈസ കയ്യിലുള്ള ആള്. അവള് ഗവൺമെന്റിനെ പറ്റിക്കുന്ന 30 മൊത്തം പറ്റിച്ചേ 2021-22 കാലത്താണ് പുള്ളിക്കാരി ഇത് പറ്റിക്കുന്നത്. അതും ഇതുപോലെ 30,000 പൗണ്ടോളമുള്ള ക്രേസിക്കായിരുന്നു. എന്നാണ് ഇതൊന്നും ബേസിക്കലി ആവശ്യമുണ്ടായിട്ട് പറ്റിക്കുന്നൊന്നുമല്ല. വെറുതെ വഴി കിടക്കുന്ന പൈസ എനിക്ക് കൈയിട്ടാ കിട്ടുന്ന ചക്കരക്കുടത്ത് ആരിലും വെറുതെ വിടുമോ? ഇതാണ് ബേസിക്കലി ഇവിടെ നടന്നത്. ഇതാണ് ഈ കഴിഞ്ഞ 2021-22 കാലഘട്ടത്തിലെ ഏറ്റവും ടോപ്പ് മോഡൽ സ്കാമുകൾ DWP ഫേസ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. ഇന്ന് ഇവർക്കൊക്കെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അവസാനം പറഞ്ഞ 4 പേരുടെ അല്ല, മുമ്പേ ഏറ്റവും ആദ്യം പറഞ്ഞ ഈ ഗ്രൂപ്പിൻ്റെ 4 പേരെ ശിക്ഷിച്ചു. ബാക്കി ഒരാളെ വെറുതെ വിട്ടു, മാപ്പുസാക്ഷിയൊക്കെ വെറുതെ വിട്ടു എന്നുള്ളതാണ് അറിവ്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്ന പാടുപെട്ടുണ്ടാക്കുന്ന പെൻഷൻ പൈസ, നിങ്ങളുടെ ടാക്സ് മണി എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലാണ് കൊടി പിടിക്കുകയും സമരം വിളിക്കുകയും ചെയ്യുമല്ലോ. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചുമ്മാ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കാനേ പറ്റൂ. അപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു. ഇനി അടുത്ത വാർത്തയ്ക്ക് കാണാം.